നമസ്കാരം. 1,80,000 രൂപ, 108,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു ചെറുപ്പക്കാരി, വിദ്യാസമ്പന്നയാണ്. മാസാമാസം 108,000 കയ്യിൽ കിട്ടും. സർക്കാർ ജോലിയാണ്. എന്നിട്ടും മാർത്തി തീരാഞ്ഞിട്ട് ലഞ്ചം വാങ്ങിക്കാൻ തുടങ്ങി, കൈക്കൂലി. അതൊരു പ്രാക്ടീസ് ആക്കി മാറ്റി. പക്ഷേ 2 ദിവസം മുമ്പ് വെറും 6,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് അവർ തകർത്ത് വെച്ചത് അവരുടെ ജീവിതമാണ്. ഇപ്പം അവര് ജയിലിനകത്താണ്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല, സസ്പെൻഷൻ. ഇതാണ് ആർത്തിയാകാം, ആഗ്രഹമാകാം, അത്യാർത്തിയരുത്, ദുരാഗ്രഹമരുത്. ലോങ്ങിങ് ഈസ് ഓൾ റൈറ്റ്, ബട്ട് ഇൻസാഷ്യബിൾ തേഴ്സ്റ്റ് അതൊരു മനുഷ്യനെ നശിപ്പിക്കും. സ്പൃഹ എന്ന് സംസ്കൃതത്തിൽ പറയും. ദുരാഗ്രഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് സ്പൃഹ. ആറായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് മാസാമാസം ചെറിയൊരു കുട്ടി സഞ്ചിയിൽ ശമ്പളം വാങ്ങിച്ചു കൊണ്ടുപോയിരുന്ന പെണ്ണ് മഞ്ജിമ എന്ന പേര്. 48 വയസ്സ്. ഇനിയുണ്ട് ജോലി ചെയ്യാൻ വേണ്ടത്ര സമയം, ഇനിയും സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടത്ര സമയമുണ്ട്. ജോലിയും കോലും പോയി ജയിലിനകത്ത് കിടക്കുക, നാണക്കേട് വേറെ. തമിഴ്നാട്ടിൽ ലഞ്ചം എന്നാണ് പറയുക കൈക്കൂലിക്ക്. ഇവളുടെ പേര് മഞ്ജിമ എന്നാ, വേണമെങ്കിൽ ലജ്ജിമ എന്ന് വിളിക്കാൻ വേണമെങ്കിൽ. 6,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥ അയാളെ പിടിച്ചു. ഇവിടെ പണ്ടത്തെ പോലെയല്ല, ജനങ്ങൾക്ക് എല്ലാവർക്കും വിവരമുണ്ട്. ഇവിടെയുള്ള ബുദ്ധിജീവികളുടെ അതേ വിവരം രാഷ്ട്രീയക്കാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, കവിതാകാരന്മാരുണ്ട്. ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ആളുകളും മുനിസിപ്പാലിറ്റിയിൽ ക്ലീനിങ് നടത്തുന്ന അമ്മമാരും അവർക്കെല്ലാവർക്കും ഇവരുടെ തത്തുല്യമായിട്ടുള്ള വിവരമുണ്ട്. കാരണം എല്ലാവരും പത്രം വായിക്കുന്നവരാണ്, എല്ലാവരും TV കാണുന്നവരാണ്, ലോകകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നവരാണ്. അവരുടെ ഇടവേളകളിൽ അവരിതിനെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്. ദിവസവും ഇവിടെ കേൾക്കുന്ന വാർത്തകളാണ് അവിടെ കൈക്കൂലി വാങ്ങിച്ചു, ഇവിടെ കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളത്. എന്നിട്ടും ആർത്തി മൂത്തിട്ട് ഇതിന് മറ്റൊരു കാര്യം, കൈക്കൂലി വാങ്ങിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു ഉറപ്പ് ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. കൈക്കൂലി മോഷണമാണ്. അനധികൃതമായിട്ട് മറ്റുള്ളവരുടെ അധ്വാനം പിടിച്ചു വാങ്ങുന്നതിനെയാണ് മോഷണം എന്ന് പറയുക. അവർ അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതാണെങ്കിലും അതിന് മോഷണം എന്നാ പറയുക. എൻ്റെ മകൾ ഫാത്തിമ മറ്റുള്ളവരുടെ ധനം അനധികൃതമായിട്ട് കൈക്കലാക്കി കഴിഞ്ഞാൽ അവളുടെ കൈ ഞാൻ വിട്ടു എന്ന് പറഞ്ഞവൻ്റെ പേരാണ് പ്രവാചകൻ മുഹമ്മദ്. അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. എന്നും പല ദേശങ്ങളിലും ഇത്തരം മോഷണങ്ങൾ, കൈക്കൂലി കേസുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചിലപ്പോൾ ലോകം കണ്ടു എന്ന് വരില്ല. പക്ഷെ ഇവിടെ പിടിക്കപ്പെട്ടാലും ഒന്നും സംഭവിക്കില്ല. ആ ഒരു ധൈര്യത്തിൻ്റെ പേരിലാണ് B ക്ലാസ് ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസ്
വീടുകളിൽ എല്ലായിടത്തും കോൺട്രാക്റ്റ് എടുക്കാൻ വേണ്ടി, ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റ് എടുക്കാൻ വേണ്ടി ഒരു ലൈസൻസ് വേണം. അതനുവദിക്കാൻ യുവാവിൽ നിന്ന് 6000 രൂപ കൈക്കൂലി ചോദിച്ചു വാങ്ങിയത്. അയാളും 10ാം ക്ലാസ് പഠിപ്പുള്ള ആളല്ലേ. അയാൾ പോയിട്ട് പറയേണ്ടടുത്ത് പറഞ്ഞു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കൈമാറാന്നാണ് പറഞ്ഞത്. അവിടെ വെച്ച് കൈമാറി പിടിച്ചു. തിരുവനന്തപുരം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ജൂനിയർ സൂപ്രണ്ട് മഞ്ജിമ പി രാജ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനിൽ വിജയിച്ച് മേയറായി എന്നുള്ള വാർത്തയല്ല കേട്ടോ. അവിടുത്തെ ഡെപ്യൂട്ടി മേയർ ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ഇവരുടെ വാർത്ത എന്താണെന്ന് അറിയാമോ? കൈക്കൂലി വാങ്ങിച്ചു. 14 ദിവസം റിമാൻഡ് ചെയ്തു. 14 ദിവസം റിമാൻഡ് ചെയ്തു. ഇപ്പൊ കണ്ണൂര് ജയിലിലാണ് കിടക്കുന്നത്. 14 ദിവസവും 140 ദിവസം എന്നുള്ളതല്ല. കൈക്കൂലി വാങ്ങിച്ചതിൻ്റെ പേരിൽ ഒരു ദിവസം ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അന്തസ്സും ആഭിയാത്തുള്ള കെട്ടി തൂങ്ങി ചാവുക നല്ലത്. മക്കളുണ്ടല്ലോ, വീട്ടുകാരുണ്ടല്ലോ, അനിയത്തി ചേർത്തിമാരുടെ മക്കളുണ്ടല്ലോ. ഇനി അവിടേക്കൊക്കെ ഈ പെണ്ണിന് കടന്നു ചെല്ലാൻ പറ്റുമോ? കോടതി ചിലപ്പോൾ വിട്ടെന്ന് വരും, സസ്പെൻഷൻ ചിലപ്പോൾ പിൻവലിച്ചെന്ന് വരും. ഗൂഗിൾ പേ വഴി പണം ആവശ്യപ്പെട്ടപ്പോൾ അപേക്ഷകൻ അയാൾക്ക് അതിനുള്ള കഴിവില്ലെന്നോ എന്തോ പറഞ്ഞ് അയാൾ നിരസിച്ചു. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി. ക്രിസ്മസ് അവധിക്ക് നാട്ടിൽ വരുമ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പണം നൽകിയാൽ മതി എന്നാണ് ഈ മറ്റേ മോള് പറഞ്ഞത്. അതുപ്രകാരം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടും ഈ കാര്യം പറഞ്ഞു. സുഹൃത്തുക്കളെ മനസ്സിലായില്ലേ? നമുക്കൊക്കെ യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ഈ പോലീസുകാരും അതുപോലെ വിജിലൻസ് എല്ലാവരും. അവർക്ക് പോലീസുകാരൊക്കെയാണ് കണക്കൂട്ടാം. അവർക്ക് നമ്മുടെ സുഹൃത്തുക്കളാണ്. നമ്മൾ നേർവഴിക്കാണെങ്കിൽ അവർ നമ്മുടെ സുഹൃത്തുക്കളാണ്. എല്ലാ സുഹൃത്തുക്കളോട് പറഞ്ഞു, അതേ ഒരു കൈക്കൂലി കേസ് വരുന്നുണ്ട് കേട്ടോ. അതെയോ, എന്നാൽ ഞങ്ങളും വരാം. അവരും വന്നു കൂട്ടത്തിൽ. വിജിലൻസ് നൽകിയ ഒരു പൊടിയുണ്ട്, ഫിനോഫ്തലിൻ എന്നാണ് ആ പൊടിയുടെ പേര്. അത് നോട്ടിൽ ഇട്ട് വരണ്ടി. അങ്ങനെ അപേക്ഷകൻ റെയിൽവേ സ്റ്റേഷനിലെത്തി, പൈസയായിട്ടെത്തി. അപ്പുറത്തെ വിജിലൻസ് സംഘം അവര് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിതിവിടെ കറുത്ത പൊട്ടക്കും കുത്തി. പ്രൈം മിനിസ്റ്റർ എങ്ങനെയാണല്ലോ, ആളെ തിരിച്ചറിയില്ല. വിജയശ്രീ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഷീല തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർ ഒരു പൊട്ടുകൂടെ കുത്തും. പിന്നെ തിരിച്ചറിയില്ല. അവസാനം പ്രൈം മിനിസ്റ്റർ പറയും, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഞാനാണ് CID നസീർ. ഇതിനെ പൊട്ട അവിടെ നിന്ന് എടുക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുക. എനിവേ വേഷം മാറി അങ്ങനെ പൊട്ടും തൊട്ട് അപ്പുറത്ത് വിജിലൻസുകാരിങ്ങനെ വന്ന് നിന്നു. അങ്ങനെ ട്രെയിനിൽ സമയത്തിന് വന്നിറങ്ങി മന്ദം നടന്ന് നീങ്ങി 6000 രൂപയാണ് കിട്ടാൻ പോണതേ. അവിടെ വെച്ചു 6000 രൂപ കൊടുത്തു, പിടിച്ചു, കൈ വെള്ളത്തിൽ മുക്കി, വെള്ളം ചുവപ്പ് നിറായി. പെണ്ണിനെ പിടിച്ച് കോടതിയിൽ കൊണ്ടുപോയി, കോടതി ജയിലിലിട്ടു. അന്വേഷണം നടത്തിയ സമയത്ത് എന്താണ് സ്ഥിതി? ഇവരുടെ സ്ഥിരം പരിപാടി ഇതാ. ഗവൺമെൻറ് കൊടുക്കുന്ന 1,80,000 രൂപ. ആ കൂട്ടത്തിൽ ഇവര് തൊട്ടതിനും പിടിച്ചതിനും കൈക്കൂലിയാണ്. ആർക്കും എന്തും നടത്തി കൊടുക്കും, കൈക്കൂലി വേണം. ഞാൻ അറിഞ്ഞത് എന്തും നടത്തി കൊടുക്കുന്ന അറിഞ്ഞത്. അവർ ചോദിച്ച പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്തും നടത്തി കൊടുക്കും. ഏതായാലും വിജിലൻസ് കണ്ടെത്തി ഒരുപാട് ആളുകളിൽ നിന്ന് ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയതായിട്ട് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാങ്ങിയ കൈക്കൂലിയും വാങ്ങിയ ശമ്പളവും ഇവരവസാനം ഈ നമ്മൾ തുണി അലക്കിയിട്ട് തുണി പിഴിയില്ലേ, ഇങ്ങനെ പിഴിഞ്ഞ് അവളുടെ ആസനദ്വാരത്തിൽ കൂടിയും അവളുടെ സർവ്വദ്വാരത്തിൽ കൂടിയും പിഴിഞ്ഞെടുക്കും അവർ. അവളുണ്ടാക്കിയത് മുഴുവൻ പോകും.
അവള് കൈക്കൂലി കൊടുത്ത് തീർക്കേണ്ട ഗതികേട് വരും. ഇപ്പം ചെയ്യില്ല. ഇനി പുറത്തിറങ്ങണമെങ്കിൽ, കേസ് തീരണമെങ്കിൽ, കേരളത്തിലെ ഏറ്റവും വലിയ കേസിൻ്റെ ശിക്ഷ എന്താ അറിയോ? കേസ് തീർക്കാതിരിക്കൽ. നീട്ടി 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 8 കൊല്ലാണ് ദിലീപിൻ്റെ കേസ്. അവിടെയും ദിലീപിൻ്റെ പണി തീർന്നു. ഇപ്പോൾ വരുന്ന സിനിമകൾ മുഴുവൻ വലിയ കൊട്ടും വാദ്യമായിട്ട് വരും. പക്ഷെ ആ നഷ്ടപ്പെട്ടു പോയ ആ റെപ്യൂട്ടേഷൻ അത് അവിടെ കിടക്കും. പിന്നെ ഇനി അവിടുന്ന് വലിച്ചു നീട്ടാൻ പറ്റില്ല. അത് തന്നെയാണ് ഇവളുടെയും സ്ഥിതി. പണ്ടത്തെ പോലെ ഇനി ഇവളെവിടെ ജോലി ചെയ്താലും ആൾക്കാരെ പിന്നാലെ കൂടും. മഞ്ജിമ എന്ന് പറഞ്ഞ്, ലഞ്ചിമ, മഞ്ജിമ, ലഞ്ചം വാങ്ങിക്കുന്ന ലഞ്ചിമ. വിജിലൻസ് നൽകിയ ഫിനോപ്തലിൻ പുരട്ടിയ നോട്ടുമായിട്ട് അപേക്ഷകൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ വേറെ തെളിവൊന്നും വേണ്ട, അവർ തന്നെ തെളിവ് കൊണ്ട് സാക്ഷികൾ കൊണ്ടുവന്നു കഴിഞ്ഞു. ആയതുകൊണ്ട് ശിക്ഷ ഉറപ്പാണ്. 1,08,000 രൂപ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് മനസ്സിലാക്കണം. ആർത്തി മൂത്തിട്ടാണ് ഇത് ചെയ്തത്. 48 വയസ്സേ ആയിട്ടുള്ളൂ. ഇനിയും കിടക്കുകയാണ് 10 വർഷം സർവീസിൽ കിടക്കുകയാണ്. ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ കൈക്കൂലിയുടെ വകുപ്പിൽ തന്നെ ഇവർ എത്ര ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. ഈ മാസം തന്നെ ഇത്തരം കാര്യങ്ങളിലൂടെ ഇത് ഇടനിലക്കാരെ നടത്തി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ മാസം തന്നെ ഇപ്പോൾ 8 or 10 പിടികൂടിയിട്ടുണ്ട് പല ഉദ്യോഗസ്ഥന്മാരെയും. കൊച്ചിയിൽ കൈക്കൂലി വാങ്ങിച്ച കോർപ്പറേഷൻ ഉദ്യോഗസ്ഥ പിടിക്കാൻ ചെന്നപ്പോൾ ഓടിയവർ വിജിലൻസുകാർ പിന്നാലെ. ഈ മാർച്ച് 30 നടന്ന സംഭവമാണ്. അത് കെട്ടിട പെർമിറ്റിൻ്റെ കാര്യമാണ്. കൈക്കൂലി വാങ്ങാനെത്തിയ കൊച്ചി കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടറായിട്ടുള്ള സ്വപ്ന. പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ ഈ കൈക്കൂലിയുടെ രോഗമുള്ളത്. അവരെയാണ് പൊന്നുരുന്നി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് 15,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലെ വിജിലൻസ് പിടിച്ചത്. പിടിക്കപ്പെടും തോന്നിയ സമയത്ത് അവർ സ്വന്തം വാഹനത്തിൽ കടന്നുകൾ എവിടേക്കാണ് പോകുന്നത്? ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. ഇപ്പം ഗൂഗിൾ പേ ആണ്. പണ്ട് ഇടനിലക്കാരായിരുന്നു, ഇപ്പം ഗൂഗിൾ പേ ആണ് ഇടനിലക്കാർ. ഗൂഗിൾ പേയിലാണ് പൈസ അയക്കുന്നത്. ആയതുകൊണ്ട് തന്നെ എവിടെയും വെച്ച് കണ്ടുമുട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഗൂഗിൾ പേ. ഇവിടെ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്താണ്? ജോലി കിട്ടിക്കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്ത് അവസാനം ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർ മാറുകയാണ്. അതിൻ്റെ പിറ്റേ നാൾ ലോൺ എടുക്കും. പോയിട്ട് 1 കോടി രൂപ ലോൺ എടുക്കും. 15,000 സ്ക്വയർ ഫീറ്റിൻ്റെ 15,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണി ആരംഭിക്കും. ഒരു കാറ് വാങ്ങിക്കും. അതിന് ഒരു 15 ലക്ഷം രൂപ വേറെ. EMI എന്ന് പറഞ്ഞ സാധനമുണ്ട്. പണ്ട് ഇൻസ്റ്റാൾമെൻ്റ് എന്നാണ് കേട്ടിരുന്നത്. ഇപ്പം EMI ആണ്. ഇൻസ്റ്റാൾമെൻറ്റ് തന്നെ. ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് ആണ് EMI. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവരെ കാണിക്കാൻ. ഞാൻ തൃശ്ശൂർ പിന്നാക്കളിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരാൾ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. എറണാകുളത്തുള്ള സ്ഥാപനത്തിൽ നിന്ന് അയാൾ റെയിൽവേ സ്റ്റേഷനിൽ 1 കിലോമീറ്ററേ ഉള്ളൂ. 1 കിലോമീറ്റർ നടക്കണം. അത് കഴിഞ്ഞ് തൃശ്ശൂരിൽ വന്ന് ഇറങ്ങിയിട്ട് അയാൾ സ്കൂട്ടർ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. ആ സ്കൂട്ടർ എടുത്ത് വീട്ടിൽ വരണം. അപ്പോൾ ഇയാൾ രാത്രി 8 മണി ആയിട്ടുണ്ടാവും. ആ പാവത്തിന് അവിടെ ഒരു പെണ്ണുണ്ട്, കുറച്ച് അഹങ്കാരി. ഇതുപോലെ മഞ്ജിമയാണ് അവൾ. സ്കൂട്ടർ മാറ്റാൻ പറഞ്ഞു. സ്കൂട്ടർ മാറ്റി. കാരണം അപ്പുറത്തെ വീട്ടുകാർ നല്ല സ്കൂട്ടറിൽ ഓടിക്കുന്നു. ഇയാളെ കൊണ്ട് ബുള്ളറ്റ് വാങ്ങിപ്പിച്ചു, കാറ് വാങ്ങിപ്പിച്ചു.
ആ വീട് തന്നെ ലോൺ, അവിടെ ഫ്ലാറ്റ് അത് തന്നെ പകുതി പൈസ കൊടുത്ത് ബാങ്ക് ലോണാണ്. എല്ലാം കഴിഞ്ഞൊരു ദിവസം ഇയാൾ ആത്മഹത്യയിൽ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവരാ വീട് വിട്ടൊഴിഞ്ഞു പോയി. ഇതിവിടെ സ്ഥിരം പരിപാടിയാണ്. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കിട്ടാവുന്നിടത്തോളം കടം വാങ്ങിച്ച് ഇല്ലാത്ത കെട്ടിടങ്ങൾ കെട്ടി ഇല്ലാത്ത പത്രാസ് കാണിക്കും. പിന്നെ ആജീവനാന്ത കടക്കാരിയാണ്. 35 വർഷം കടം. എനിക്കൊരു കാറ് വേണമെന്ന് പരിപൂർണ, ഒരിക്കലൊരു കാറ് പറയുമ്പോഴേക്കും കാറുകാർ വീട്ടിലെത്തും. നമസ്കാരം സ്വാമിജി, സ്വാമിജിക്ക് ഏത് നിറത്തിലുള്ള കാറാണ് വേണ്ടേ? അയ്യോ എൻ്റെ കയ്യിൽ അത്ര പൈസ, 1 രൂപ തന്നാൽ മതി, 1 രൂപ ദിവസം 1 രൂപ അടച്ചാൽ മതി. അങ്ങനെ 160 കൊല്ലം കടം വീട്ടാൻ. അപ്പം ആരാ കാറ് വാങ്ങിക്കാണ്ടിരിക്കുക? കാറ് വാങ്ങിച്ചു. അവസാനം എന്തായി? കാറിൻ്റെയും വീടിൻ്റെയും മോട്ടോർ ബൈക്കിൻ്റെയും ആർഭാടങ്ങൾ വാങ്ങിച്ചു കൂട്ടിയതിൻ്റെയും EMI അടയ്ക്കാൻ കഴിയുന്നില്ല. ദെൻ വാട്ട്? ദെൻ ലഞ്ചം, പിന്നെ കൈക്കൂലി. ഇതിനപ്പുറം ഒരു 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 വാർത്ത ഇങ്ങനെ പറന്ന് നടക്കേണ്ട കരക്കമ്പിയാണ് കേട്ടോ. വിശ്വസിക്കേണ്ട, വേണമെങ്കിൽ വിശ്വസിക്കാം. തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിൽ, അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ ഓഫീസുകളുള്ളത്. ഉച്ചയ്ക്ക് ഇടവേള സമയങ്ങളിൽ, ഞായറാഴ്ച ഒഴിവ് ദിവസങ്ങളിൽ അവിടെയുള്ള വലിയ വലിയ ലോഡ്ജുകളിൽ പോയി തപ്പി നോക്കി കഴിഞ്ഞാൽ വിവരമറിയാമെന്നാണ് പറയുന്നത്. ആ രൂപത്തിലും പെണ്ണുങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ടത്രേ. എനിക്കറിയില്ല കേട്ടോ, പറച്ചിലാണ്, വെറുതെ പറയില്ലല്ലോ അല്ലേ. അലം എന്ന ഭാവമില്ല, പോരാ പോരാ എന്ന ഭാവമേ ഉള്ളൂ. അലം എന്ന് പറഞ്ഞാൽ മതി എന്ന ഭാവം. ഓ എനിക്കിതൊക്കെ മതി. സന്തുഷ്ടോ ഏന കേനജിത്, വാട്ട് എവർ യു ഗെറ്റ്, ട്രൈ ടു എൻ്റർടൈൻ വിത്ത് ദ സെയിം. പക്ഷെ ചില ആളുകൾ ഇങ്ങനെയാണ്. ജീവിതത്തിൽ ഒരിക്കലും അവർ സംതൃപ്തി അനുഭവിക്കുന്നില്ല. നോ സാറ്റിസ്ഫാക്ഷൻ. കണ്ടൻമെൻ്റ് എന്താണെന്ന് അവർ അറിയുന്നില്ല. നിഴലിൻ്റെ പുറയിൽ ഓടുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലെ നിഴലിനെ പിടിക്കുക, ഓടും, ഓടുമ്പോൾ നിഴൽ മുന്നോട്ട് പോകും, വീണ്ടും ഓടും, നിഴൽ മുന്നോട്ട് പോകും. കാളയുടെ മുമ്പിൽ വെച്ച് കെട്ടിയ പുല്ലിൻ്റെ പോലെ. ചക്ക ആട്ടാൻ വേണ്ടിയിട്ട് കാളയുടെ മുമ്പിൽ പുല്ല് വെച്ച് കെട്ടും. അതിങ്ങനെ ഇപ്പം കിട്ടും നടക്കും. അപ്പം ചക്ക ആടും. അതിന് വിവരമില്ല. ഇത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. ഇവർ പണത്തിൻ്റെ പുറകിൽ ഓടുകയാണ്. അവിടെ മറന്നു പോകുന്ന എത്തിക്സ്, വാല്യൂസ്, അന്തസ്, ആഭിജാത്യം, സത്യം, ഇതൊക്കെ അവർ മറന്നു പോവുകയാണ്. പണത്തിൻ്റെ പുറകിൽ ഓടി പണമുണ്ടാക്കി എന്നിട്ടോ വീണ്ടും പണം ഉണ്ടാക്കി. അത് കഴിഞ്ഞാലോ പിന്നെയും പണം ഉണ്ടാക്കി. പിന്നെ എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാന്നുള്ള കാര്യം. റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെയും. അതാണ് പൂന്താനം പാടിയത്. ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ചത്തുപോകുന്നു പാവം ശിവ ശിവ. ആയതുകൊണ്ട് തന്നെ അവരവരുടെ ഫണ്ടമെൻ്റൽ വാണ്ട്സ്, അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ കയ്യിൽ വന്നാൽ ഒന്ന് അടങ്ങണം. അതിൽ മേലെ കുറച്ച് സുഖ സൗകര്യങ്ങളും ആകാം, കാറ് വാങ്ങിക്കാം, എല്ലാം വാങ്ങിക്കാം. പക്ഷേ നമ്മളെ തന്നെ കൊണ്ട് വല്ലവരുടെയും കക്ഷത്ത് നമ്മുടെ തല കൊണ്ട് വയ്ക്കരുത്. ഇപ്പോൾ കാണുന്നത് ഈ മഞ്ജിമയെപ്പോലുള്ള ആളുകൾ വേണ്ടത്രയുണ്ട്. അവർ ഒരുപാട് ഉണ്ടാക്കും, അനുഭവിക്കില്ല അവർ. ആർഭാടത്തിന് വേണ്ടി കടം വാങ്ങിച്ചാൽ, കാർൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങൾക്ക് സമ്പാദിച്ചെടുക്കാൻ കഴിയാത്ത പൈസയാണല്ലോ മറ്റുള്ളവരുടെ അധ്വാനത്തിൽ കടം വാങ്ങിക്കുന്നത്. തിരിച്ചു കൊടുക്കണമല്ലോ. തിരിച്ചു കൊടുക്കണേ എന്ത് ചെയ്യണം? നിങ്ങൾ കൂടുതൽ അധ്വാനിക്കണം. ആവശ്യത്തിലേറെ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്താ? ക്ഷയരോഗം. നിങ്ങൾ തളരുന്നു, ശാരീരികമായിട്ട് തളരുന്നു. ഇനി തിരിച്ചു കൊടുത്തില്ലെങ്കിലോ? അവർ തനിക്ക് നാണവരോടും ചോദിക്കുന്നു, നാട്ടുകാർ ചോദിക്കുന്നു, അയാൾ ആ പൈസ കൊടുക്കണോ? അയാളുടെ ആത്മാവിനെ ഹത്യ ചെയ്യുന്നു. തിരിച്ചു കൊടുത്താൽ അധ്വാനത്തിൻ്റെ
ആവേഗം വർദ്ധിക്കുന്നു, ക്ഷയരോഗം പിടിപെടുന്നു. തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നാണക്കേട്. അപ്പോൾ ഒന്നിനും ക്ഷയം അല്ലെങ്കിൽ ആത്മഹത്യ. ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, സന്തുഷ്ടോ ഏന കേനചിത്. എന്താണുള്ളത് അതുകൊണ്ട് സന്തുഷ്ടിയെ പ്രാപിക്കുക. അതേ കഴിയാത്തവരാണ് ഇതുപോലെ ജയിലിനകത്ത് ഡിസംബർ മാസം നല്ല തണുപ്പ്, ഒരു ചൗക്കാളം മാത്രം കിട്ടും. അങ്ങനെ മൂടിപ്പോച്ചും കിടക്കാൻ പറ്റില്ല. ചൗക്കാളം ആ ആളുടെ അത്രയും വീതിയിൽ നീളത്തിലാണ് കിട്ടുക. അങ്ങോട്ട് തിരിഞ്ഞാൽ ചൗക്കാളം ഇങ്ങോട്ട് വീഴും, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ചൗക്കാളം ഇങ്ങോട്ട് വീഴും. അവിവേകപൂർണമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ നേടിയെടുക്കുന്ന ഇതൊക്കെയാണ്.